ചേച്ചി കുറച്ച് പേര് മരിച്ചിട്ട് അതിൻ്റെ ഒരു ധനസഹായം പ്രഖ്യാപിക്കാൻ ഞാൻ എഴുതി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല ഇത് കഴിഞ്ഞ് എനിക്ക് നേരിട്ട് മന്ത്രിയോട് ഇപ്പൊ ഇടപെടാന്ന് പറഞ്ഞല്ലോ. പറയല് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. പോലീസുകാര് വരാന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും എനിക്ക് ഇടപെടാൻ അല്ല ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാം. അന്ന് വിളിക്കൂ, അത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് വിളിക്കാൻ. ഇത്ര മൊബൈൽ എടുത്ത് വിളിക്കാൻ എത്ര വലിയ കാര്യം. മരിച്ചവർക്കുള്ള ധനസഹായം മരിച്ചവരൊക്കെ മരിച്ചു പോയില്ലേ? അയ്യോ, അങ്ങനെയാണോ? കളക്ടറടുത്ത് ഇത് മന്ത്രി ഇപ്പൊ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഞാനിപ്പോ യാതൊരു എല്ലാ അധികാരങ്ങളും പഞ്ചായത്തിന് കൊടുത്തതിന്റെ ഒരു ദുരിതങ്ങൾ ഇല്ല. മൊബൈലിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന മൊബൈൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം. അവിടെ രാജമിനിസ്റ്റർ ഉണ്ട്. എനിക്ക് ബിന്ദു മിനിസ്റ്ററെ എനിക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു പ്രശ്നം കൂടി നിങ്ങൾക്ക് പഞ്ചായത്തിനാണ് അതിൽ. അല്ല, പഞ്ചായത്തിനേക്കാളും താഴെയാണ് ഈ മിനിസ്റ്റർ എന്നുണ്ടെങ്കിൽ. അങ്ങനെയല്ല, അല്ല പഞ്ചായത്തിനേക്കാളും താഴെയാണ്. ചക്ക വെട്ടാൻ എനിക്ക് പറ്റില്ല. ചക്ക വെട്ടണ്ട, മിനിസ്റ്റർ പ്ലാവ് കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താണ്, നിങ്ങൾ ജൈവ ഉപദ്രവിക്കില്ല. ഒന്നുകിൽ അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴി അന്വേഷിക്കുക. അരമണിക്കൂർ അവിടെ നിന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾ പറയുന്നത് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞിട്ട് അവര് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പത്രസമ്മേളനം കഴിഞ്ഞിട്ട് കാണാം. ഒരു ചക്ക കൂടി ഇടാനുള്ള ഒരു അധികാരം കൂടി അത് വേറെ. വല്ലാണ്ട് ബുദ്ധിമുട്ടി നിർമ്മിച്ചൊരു ചക്ക വീണ അത് വീണ ഒരു രാജലക്ഷ്മി ടീച്ചർ ഒന്നും അതിനെ പറയാൻ പറ്റില്ല. ആ ചക്ക ഇടാൻ മിനിസ്റ്റർക്ക് വിളിച്ച് പറയാൻ പറ്റില്ല. അല്ല, ഒന്നാണ് കടന്നു നോക്കുക, ഞങ്ങൾ സംസാരിക്കാം. നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. ഞങ്ങളുടെ കക്കൂസ് ഇടിച്ച് പൊളിഞ്ഞു വീണ ഞാൻ ഒന്നാമത് അതെ എനിക്ക് തലയിലെ ബ്ലീഡിങ് വന്നിട്ടുള്ളതാ. വയറ്റിൽ നിന്ന് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ബുദ്ധിമുട്ടുള്ള ഞാൻ ആ കക്കൂസിൽ ഭയങ്കര ഒരാഴ്ചയില് ഒരു ദിവസമൊക്കെ പോവുള്ളൂ. ഇത് 10-20 ആള് മരണപ്പെട്ട കാര്യം പറയാൻ. മരണപ്പെട്ട കാര്യം ആയിക്കോട്ടെ, ചക്ക ചെയ്യാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അരമണിക്കൂർ മാറി നിൽക്കൂ. ഭയോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഉറപ്പ് തരാം, ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഉറപ്പ് തരാം. ഭയോ നമുക്ക് അവിടെ ഇരിക്കാം. 10 മിനിറ്റ് സംസാരിക്കാം. ചേച്ചി ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞല്ലോ സാറ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ പോവാ. കഴിഞ്ഞിട്ട് സംസാരിക്കാം. നിങ്ങൾ കൊടുക്കുന്ന ഒരു ധൈര്യത്തിന്റെ പുറത്താണ് അതെ ഇവിടെ നടത്തിയതായോ? അതെ ഇപ്പോൾ അടിയന്തരമായി 14 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് സൗജന്യ സൈക്കോൾ ചികിത്സയുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായി ചികിത്സ നൽകുക എന്നതാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. വിശദമായ വാർത്താസമ്മേളനം മന്ത്രിമാരെ PM വാസവൻ, രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനത്തിൽ എത്തിയിട്ടുണ്ട്. വാർത്താസമ്മേളനം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നടക്കും.
ബന്ധപ്പെട്ട് അതിന് ചില സാങ്കേതികമായ തടസ്സങ്ങൾ ഇപ്പോൾ സാങ്കേതികമായ തടസ്സങ്ങളൊന്നുമല്ല. വേറെ ആള് ചേച്ചിയുടെ പാർട്ടിയല്ല, വേറെ പാർട്ടിയാ. ഞങ്ങള് വെടിക്കെട്ട് അപകടം അതിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചേച്ചി മാറി. കുറെ മനുഷ്യരോട് കാത്തിക്കുന്നുണ്ട്. ഞങ്ങള് ഇത്രയും പേര് മരിച്ചിട്ട് അവരുടെ പേര് മരിച്ചിരിക്കല്ലേ ചേച്ചി? ചേച്ചി ഒന്നും മാറും. വീട്ടില് കക്കൂസിലേക്ക് വീണാലും ഞങ്ങൾ ചാവും. അപ്പൊ എല്ലാരും ചാവും. ചേച്ചി കുറെ അധികം ആളുകൾ മരിച്ചിട്ട് നിൽക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി ചേച്ചി മാറും. എന്നെ കുറെ പ്രാവശ്യം